Hey guys, what's up? എല്ലാ മച്ചന്മാർക്കും പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എസ് മച്ചാൻ പറഞ്ഞിട്ട് നമ്മൾ പുള്ളിക്ക് ഒരു പഴയ കാലത്ത് ഒരു കപ്പൽ മോഷ്ടിച്ചു കൊണ്ടേ കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് പുള്ളി തന്നേക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ ബാഗ് ഉണ്ടോ, മെയിൻ ബാഗ് റോബറിക്ക് വേണ്ടി നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മെയിൻ ബാഗ് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കണേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്ക് റോബറിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോയ്ക്ക് പോണേക്കാൾ മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എനേബിൾ ചെയ്ത് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ ഉള്ളിൽ കയറി ബാങ്ക് മൊത്തത്തിലൊന്ന് കണ്ടു നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ബാങ്കിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ ഇവിടെ വേറെ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫയർ എക്സിറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതിങ്ങനെ നമ്മുടെ ബാങ്കിൽ നിന്നൊക്കെ ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഒരു ഓവർവ്യൂ എന്തായാലും കണ്ടിട്ടുണ്ട് നമ്മുടെ ബാങ്കിൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വഴി കയറാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. ഇവിടെ വേറെ സെക്യൂരിറ്റീനൊന്നും കാണാനില്ല. ചിലപ്പോൾ മുകളിലൊക്കെ എങ്ങാനായിരിക്കും. ഇവിടെ വേറെ കുറേ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ലെസ്റ്റർ മച്ചാൻ്റെ അടുത്തേക്ക് പോകണം. അതിനൊക്കെ മുമ്പ് നമ്മുടെ വണ്ടിയുടെ എന്താ പറയുക കളറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ മാറ്റണം. ലാമറ വന്ന് കയറ്. നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഈ വണ്ടിക്കായിട്ട് നമ്മൾ റോബറിക്ക് പോകണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ വണ്ടിയുടെ കളറും കൂടി ഒന്ന് മാറ്റണം ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്കിവിടെ ലോസ് ആൻഡോസ് കസ്റ്റംസ് ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കസ്റ്റംസിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടായിട്ടായിരുന്നു നമ്മുടെ ലോസ് ആൻഡോസ് കസ്റ്റംസും കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലോസ് ആൻഡോസ് കസ്റ്റംസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്പർ പ്ലേറ്റും കൂടി മാറ്റിയിട്ട് നമുക്ക് ഇറക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ വണ്ടിയും കാര്യങ്ങളും ബ്ലാക്ക് കളറൊക്കെ അടിച്ച് നമ്മുടെ നമ്പർ പ്ലേറ്റ് മൊത്തം 000 ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് എന്തായാലും നമ്മുടെ ലെസ്റ്റർ മച്ചാൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് സംസാരിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ബാങ്ക് റോബറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ലെസ്റ്റർ മച്ചാൻ നമ്മളെ നല്ല രീതിക്ക് ഇമ്പ്രസ് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതും കൂടാണ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോസ് ആൻഡോസിൽ നമ്മൾ എന്ത് പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ലെസ്റ്റർ മച്ചാൻ നമ്മുടെ കൂടെ നിൽക്കും. സോ അപ്പോൾ ഈ ബാങ്ക് റോബറി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വണ്ടി കത്തിച്ച റേസ് ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞ ഗ്യാങ്ങിനെ നമുക്കൊന്ന് പോയി കാണാൻ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലെസ്റ്റർ മച്ചാൻ പറഞ്ഞത് ഇവിടേക്ക് വരാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്റർ മച്ചാനെ കണ്ട് നമ്മുടെ തോക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. എന്നാലാണ് നമുക്ക് അവിടെ കയറി മോഷ്ടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്റർ മച്ചാനെ കണ്ടിട്ട് വരാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ബാങ്ക് റോബറിക്ക് നമ്മൾ മാത്രമേ പോകണുള്ളൂ. നമ്മൾ ലാമർ മച്ചാനെ ഇവിടെ നിർത്തി നമ്മൾ ഒറ്റയ്ക്കാണ് പോണത്. സോ അപ്പോൾ നമുക്ക് ലെസ്റ്റർ മച്ചാൻ 3 തോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാങ്കിലേക്ക് നമുക്ക് നേരെ വിടാം. നമ്മൾ ആപ്പാടെ ഒരു സ്ക്രാഫും ഒരു തൊപ്പിയും മാത്രമാണ് നമ്മൾ വെക്കണുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് പണിത് നമ്പർ പ്ലേറ്റൊക്കെ മാറ്റിയ സ്ഥിതിക്ക് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ അടുത്തേക്ക് വിട്ടേക്കാം. അപ്പോൾ എന്തായാലും ഈ ബാങ്ക് റോബറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റാവും. നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ സക്സസ്ഫുള്ളി തീർക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പോയപ്പോൾ സെക്യൂരിറ്റി ആരെയും കണ്ടില്ല, സെക്യൂരിറ്റി ഗാർഡിനൊന്നും അവിടെ കണ്ടില്ല. അപ്പോൾ ഇനി വരുമോ എന്ന് നമുക്ക് അറിയത്തില്ല. അതും കൂടാണ്ട് അവിടെ പൈസയും കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. സോ അപ്പോൾ എന്തായാലും പൈസയും കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഒറ്റയ്ക്കാണ് പോണത്. വേറെ ലാമർ മച്ചാനൊന്നും വിളിക്കണില്ല. സോ അപ്പോൾ ഈ ബാങ്ക് റോബറി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ വല്ലതും കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ റേസ് ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞ ഗ്യാങ്ങിനെ ഒന്ന് പോയി കാണാനുണ്ട് ഗൈസ്. കാരണം ഇത്രയും കാലം നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചാൻ എന്താ പറയുക കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വണ്ടി അവർ കത്തിച്ച് കളഞ്ഞു ഗൈസ്. അപ്പോൾ ഇതിനു മുമ്പത്തെ എപ്പിസോഡ്സും കാര്യങ്ങളൊന്നും കാണാതെ ഏതെങ്കിലും കൂട്ടുകാർ ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണാട്ടോ. എന്നാലാണ് ഇതിനു മുമ്പ് നടന്ന സംഭവം കഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ബാങ്കിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇതേ അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇടാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഫയർ എക്സിറ്റ് ഇല്ലേ ഇവിടെ കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇറങ്ങി വരാൻ പറ്റും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടെ കൊണ്ട് നമ്മൾ ഫയർ എക്സിറ്റിൻ്റെ അടുത്ത് കൊണ്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓടി ഒന്ന് ഈ വണ്ടി എടുത്ത് ഒരു പോക്കുവാം. പിന്നെ പോലീസുകാർ കാര്യങ്ങളൊക്കെ വരാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ടല്ലോ. അത് പിന്നെ നമ്മൾ ബാങ്ക് റോബറിയും പോലീസുകാരുടെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് തോക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടാണ്ട് നമ്മുടെ വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മുടെ എന്താ പറയുക ബാങ്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സെക്യൂരിറ്റി ഗാർഡ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് നമുക്ക് അടിച്ചിടാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ 2 സെക്യൂരിറ്റി ഗാർഡോളം ഉണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ പൊന്നെ വരാൻ ലേട്ടായി ഗൈസ്.
ഇവിടെ ഈ വഴി തന്നെ ഉണ്ട് ഗൈസ്. എൻ്റെ മോനെ. ഓക്കെ, അപ്പോൾ രണ്ടുപേര്. ഓ ഗൈസ്, അലാറം അടിച്ചിട്ടോ. അപ്പോൾ പോലീസുകാർ കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് അതിനൊക്കെ മുമ്പ് നമ്മുടെ ബാങ്ക് മൊത്തത്തിൽ റോബറി ചെയ്ത് നമുക്ക് ബാങ്ക് മൊത്തത്തിൽ റോബൊക്കെ ചെയ്ത് സെറ്റാക്കി പോകണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തെർമൽ ചാർജാണ് വെക്കണേ കേട്ടോ, നമ്മുടെ ഗേറ്റ് പൊളിക്കാൻ വേണ്ടി. തെർമൽ ചാർജ് ഇപ്പം നല്ല രീതിക്ക് കത്തണുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഗേറ്റും കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുത്തനാണല്ലോ അലാറം അടിച്ച്. അവൻ ആരാ? അവൻ എവിടെയാ? ആരാ? നീ ആണോടാ? അവനാണോ? അവനാണോ? ഞാൻ ആരോട് ചോദിച്ചേട്ടാടാ നിങ്ങൾ? ആരോട് ചോദിച്ചേട്ടാ നിങ്ങൾ അലാറം അടിച്ചേ? നിക്കട നീ എങ്ങടെ ഓർഡറാ നീ? അവൻ അലാറം അടിച്ചേക്കണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ അടുത്ത തെർമൽ ചാർജ് ഇവിടെ വെക്കാം. ഇത് തുറന്നിട്ട് നമുക്ക് വേഗം ബാങ്ക് റോബർ ചെയ്ത് പോകണം കേട്ടോ. കേസ് അങ്ങനെ ഈ ഡോറും തുറന്നിട്ടുണ്ട്. ഇനി അടിയിൽ മിക്കവാറും നമ്മളെ ഹാക്ക് ചെയ്യേണ്ടി വരും എന്നാണ് ലെസ്റ്റർ മച്ചാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഹാക്കിങ് തന്നെയാണ്. അപ്പോൾ എന്താ സംഭവം എനിക്ക് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മൊത്തം ഹാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡോറും കാര്യങ്ങളും ഇപ്പോൾ തുറന്ന് വരികയായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ എന്താ കാണിക്കണം? ഓക്കെ, അതൊന്ന് ബാലറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചോണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെയും കുറച്ച് തെർമൽ ചാർജ് വെക്കാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അകത്തൊരു ഗേറ്റും കാര്യങ്ങളും കൂടി ഉണ്ട്. അവിടെയും കൂടി തെർമൽ ചാർജൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേഗം തന്നെ ബാങ്കിൽ നിന്ന് സ്ഥലം വിടാൻ ഗൈസ്. ഓക്കെ, തുറക്കൻ്റെ കളിയാ. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ മൊത്തം ഗോൾഡും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എല്ലാം കളക്ട് ചെയ്തിട്ട് പോകാൻ ഗൈസ്. ഓക്കെ, വേഗം ആട്ടെ. ഓ എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ നമ്മുടെ പൈസ സൈഡിൽ നോക്കി എത്ര വെച്ചാൽ കയറണേന്ന് നോക്കി. എൻ്റെ മോനെ 8 ലക്ഷം ഗൈസ്. ഇപ്പം തന്നെ 10 ലക്ഷത്തോളം ആയിട്ടുണ്ട്. നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം മൊത്തം എത്ര കിട്ടുമെന്ന്. ഓക്കെ, ഇനി അപ്പുറത്ത് ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി എടുക്കണം നമുക്ക്. ഓ ഫ്രാങ്ക്ലിനെ കമാൺ, ഫാസ്റ്റാക്ക്. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ അതേ നമുക്ക് ഇപ്പോൾ 20 ലക്ഷത്തോളം നമ്മുടെ കയ്യിലായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടുന്ന് എത്ര കിട്ടുമെന്ന് നമുക്ക് ടോട്ടൽ അറിയത്തില്ല. സോ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, 30 ലക്ഷം ആയിട്ടുണ്ട്. ഇനി 40 ലക്ഷം അടിക്കാൻ എനിക്ക് തോന്നുന്നു 50 ലക്ഷം കിട്ടും. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം തന്നെ 40 ലക്ഷം ആയിട്ടുണ്ട്. ഇനി 50 ലക്ഷത്തോളം കിട്ടുമായിരിക്കും ഗൈസ്. നമുക്ക് 50 ലക്ഷം എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് 50 ലക്ഷത്തിൻ്റെ അടുത്ത് 50 ലക്ഷത്തിന് മുകളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 56 ലക്ഷത്തോളം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പോലീസ് മൊത്തം അലേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി നമ്മൾ അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. ആ വണ്ടി എടുത്ത് നൈസായിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം ഗൈസ്. ഓക്കെ, എല്ലാവരും പിടിച്ചു. അല്ല എന്നെ. ഓ ഗൈസ്, ഇത് പുറത്ത് നിറയെ പോലീസുകാർ മൊത്തം നിറഞ്ഞു നിൽക്കാണ്ടോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ വഴി നമ്മുടെ വണ്ടിയും കാര്യങ്ങളും. എൻ്റെ പൊന്നെ ഗായ്സ്, ഒരു രക്ഷയില്ല, മൊത്തം പോലീസുകാരുണ്ട് ഇവിടെ. എൻ്റെ പൊന്ന് ഗായ്സ്. ഓക്കെ, നമ്മുടെ മൊത്തത്തിലൊരു ബ്ലോക്ക് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ബ്ലോക്കാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് മിസ് ഗൈസ്. ദൈവമേ, ഫുൾ പോലീസാണ്ടോ, ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ടണലുണ്ട്. ഈ ടണൽ വഴി നമുക്ക് നേരെ, അയ്യോ അത് ഇവിടെ ആയിരുന്നില്ല ഗൈസ്. അയ്യോ, വഴി തെറ്റി ഗൈസ്. നമുക്ക് പാളി. ഇവിടെ ആയിരുന്നില്ല ടണൽ, അപ്പുറത്തായിരുന്നു. ഞാൻ പെട്ടെന്ന് എടുത്ത് ഹൈവേക്ക് എടുത്ത് വണ്ടി എടുത്ത് ചാടിക്കുകയും ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ മോനെ ഒരു രക്ഷയില്ല ഗൈസ്. ഒരു എന്ത് വലിയ വണ്ടിയാന്ന് നോക്കി പോലീസുകാർ കൊണ്ടുവന്നേക്കണേ. മോനെ ഗൈസ്, അപ്പോൾ ഫുള്ളും പോലീസ് പറഞ്ഞേക്കാണ്ടോ. നമുക്ക് ഏകദേശം 4 സ്റ്റാറോളം അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, എൻ്റെ പൊന്നു ഗൈസ്, നമ്മൾ വണ്ടി ഫുൾ ആർമറൊക്കെ അപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും അകത്ത് വന്നില്ല. അതുകൊണ്ട് വലിയ സീനില്ല ഗൈസ്. അപ്പോൾ എന്തായാലും എവിടെയാണ് ആയിട്ടായത്. ഞാൻ നേരെ എടുത്ത് നമ്മുടെ ടണലുണ്ട് ഗൈസ് ഇവിടെ, മറ്റേ അതാണ് വിചാരിച്ചെടുത്ത് ചാടിയതായിരുന്നു. നേരത്തെ നമ്മൾ ഹൈവേ കയറി. എൻ്റെ പൊന്നു ഗൈസ്, അയ്യോ. അപ്പോൾ ഗൈസ്, അപ്പോൾ റോഡും സിറ്റി മൊത്തം പോലീസാണ് നമ്മളെ തിരഞ്ഞ് നടക്കണത്. എല്ലാവരും കുറേ പേര് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട്. എത്ര പോലീസാന്ന് ഗൈസ് നമ്മുടെ ഫ്രണ്ടിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ടണൽ ഇത് ഈ വഴിയാണ്ടോ. അയ്യോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടണലിൻ്റെ താഴത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അതെന്താ അങ്ങനെ ഇരുന്നാവോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ടണലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോലീസുകാർ മൊത്തം പോകണ വരെ ഈ വഴി അപ്പുറത്ത് കടന്നിട്ട് നമുക്ക് നേരെ ലെസ്റ്ററിൻ്റെക്ക് പോകാം. നമുക്ക് ഏകദേശം 56 ലക്ഷത്തോളം രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്.
ഓ ഗൈസ് എന്തോരം പോലീസാന്ന് നോക്കിയത് മാപ്പൊക്കെ എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ബാങ്ക് റോബറി ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി പോലീസുകാരൊന്ന് മൊത്തം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മുടെ വണ്ടി പണ്ടത്തെ പോലെ നമുക്ക് ആക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി നമ്മുടെ അല്ല കേട്ടോ, വണ്ടി നമ്മുടെ ലാമർ മച്ചാൻ്റെ വണ്ടിയാണ്. പുള്ളീനെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഈ എന്താ പറയുക ഈ റോബറിക്ക്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആണ് റോബറിയും കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേസ് അപ്പോൾ നമുക്ക് 56 ലക്ഷത്തോളം രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 56 ലക്ഷത്തിൽ എന്താ പറയുക, അതിൽ കുറച്ച് പൈസ എന്തായാലും നമ്മൾ ലെസറിന് കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അത് ബാക്കി പൈസ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യണം കൈസ്. അപ്പോൾ എന്തായാലും ഇത്രയും പൈസ കിട്ടിയതല്ലേ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചാൻ വല്ല എന്തെങ്കിലും കുറച്ച് കാറോ അല്ലെങ്കിൽ വല്ല ഷോറൂമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം കൈസ്. ഓക്കെ കൈസ്, അപ്പോൾ കണ്ടോ 56 ലക്ഷം രൂപ ഹൈസ്റ്റ് സക്സസ് പറഞ്ഞ് വന്നിട്ടുണ്ട് എൻ്റെ മോനെ കൈസ്. അപ്പോൾ നമ്മൾ കിടലിനായിട്ട് തന്നെ നമ്മുടെ ഹൈസും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇനി നമ്മുടെ ലെസർ മച്ചാനെ കണ്ട് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് എൻ്റെ മോനെ നമ്മുടെ അടുത്ത പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കൈസ്. ഓക്കെ കൈസ്, അപ്പോൾ ഈ വഴിയാണ് നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് കയറുന്നത്. ഈ വഴി വരാണെങ്കിൽ നേരെ പോലീസുകാരൊന്നും ഈ ടണൽ വഴി അധികം വരത്തില്ല കൈസ്. അപ്പോൾ നമ്മളിങ്ങോട്ട് കയറിയത് അവരൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കുറേ നേരം അവരെ നോക്കിയിട്ട് പോയി കൈസ്. ഇനിയിപ്പോൾ നമുക്ക് പോലീസുകാരെ മൊത്തം പോയി സ്ഥിതിക്ക് നമുക്ക് നേരെ നമ്മുടെ ലെസ്റ്റർ മച്ചാൻ്റെ അടുത്ത് പോയി ഡീൽ ചെയ്തിട്ട് ബാക്കി എന്താ പരിപാടിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ കൈസ്, അപ്പോൾ നമ്മളെന്തായാലും സക്സസ്ഫുള്ളി എല്ലാം കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മളിപ്പോൾ നമ്മുടെ ലെസ്റ്റർ മച്ചാൻ്റെ അടുത്തേക്കാണ് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ കളറും കാര്യങ്ങളും നമുക്ക് ആദ്യം തന്നെ മാറ്റണം. അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊന്ന് മാറ്റണം, പിന്നെ മുഖത്ത് ഫേസ് മാർക്ക് ഇതൊക്കെ മാറ്റണം, അല്ലെങ്കിൽ പോലീസുകാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തൂക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി എല്ലാം തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലാമർ മച്ചാനെ വിളിച്ച് നമുക്ക് നമ്മുടെ സക്സസ്ഫുള്ളായ കേസൊക്കെ നമുക്ക് പറയണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലെസ്റ്റർ മച്ചാൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പുള്ളി മറ്റേ സ്ഥലത്ത് നിന്ന് ഇപ്പം ഒയ്യോ കൈസ് ഇവിടെ പോലീസ് എൻ്റെ പൊന്നി നമ്മളെയല്ല വേറെ ആളെ എന്തോ എൻ്റെ ദൈവം വെച്ച് നമ്മളെ പിടിച്ചതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ മച്ചാൻ ഏകദേശം 6 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കത് മതി, അതിൽ കൂടുതലൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് ഇനി വേറെ റോബറി കാര്യങ്ങളൊക്കെ നമ്മളെ വെച്ച് പുള്ളി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുള്ളി ഇത്രയും കുറച്ച് പൈസ എന്തായാലും വാങ്ങിക്കില്ല. അപ്പോൾ എന്തായാലും 50 ലക്ഷം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലാമർ മച്ചാൻ ഇവിടെ ഇല്ല ഗൈസ്, ലാമർ മച്ചാൻ നേരെ പുള്ളിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇവിടെ അടുത്തൊരു കസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ആ കസ്റ്റംസ് കയറ്റി നമുക്ക് വണ്ടിയുടെ കളറ് കാര്യങ്ങളൊക്കെ മാറ്റി നമ്പർ പ്ലേറ്റും മാറ്റി സെറ്റ് ആക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ അല്ല കേട്ടോ, വണ്ടി നമ്മുടെ ലാമർ മച്ചാൻ്റെ വണ്ടിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനി നമ്മുടെ വീട്ടിലേക്ക് നേരെ വെച്ച് പിടിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 50 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം കിട്ടിയ വീഡിയോ ആയിട്ട് വരാം. അതൊരിക്കും ബൈ ഗൈസ്. ഓക്കെ.